നമുക്ക് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെ കുട്ടികൾ ഇന്ത്യക്ക് അപ്പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? എന്താ അതിന്റെ കാരണം? UK-ലേക്കും പോളണ്ടിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ മക്കൾ? രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ ശതമാനത്തിൽ കേരളം ആദ്യത്തെ സ്ഥാനങ്ങളിൽ പോലും ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര 15%, ആന്ധ്രാപ്രദേശ് തെലങ്കാന 2ാം സ്ഥാനത്ത്, പഞ്ചാബ് 3ാം സ്ഥാനത്ത്, തമിഴ്നാട് 4ാം സ്ഥാനത്ത്, ഗുജറാത്ത് 5ാം സ്ഥാനത്ത്, ഡൽഹി NCR 6ാം സ്ഥാനത്ത്, കർണാടക 7ാം സ്ഥാനത്ത്. കേരളം ആദ്യത്തെ പട്ടികയിൽ പോലും ഇല്ല. ശ്രീ ഉല്ലാസ് ബാബു, തമിഴ്നാടിന് കൊടുക്കാനുള്ളത് 4000 കോടി, ബംഗാളിന് 1745 കോടി, കേരളത്തിന് 1466 കോടി. അപ്പോൾ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും PM ശ്രീ പദ്ധതിയുടെ പണമാണിത്, PM ശ്രീ പദ്ധതി ഈ സംസ്ഥാനങ്ങൾ നടപ്പാക്കാത്തത് കൊണ്ട് PM ശ്രീയുടെ പണം കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. PM ശ്രീയുടെ സെൻട്രൽ ഷെയർ എന്ന് പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് ആന്ധ്രാപ്രദേശിനാണ്. അത് വെറും 176 കോടിയാണ്. കാരണം അത്രയൊന്നും നമ്പറില്ല, ഇത്രയേ ഉള്ളൂ. PM ശ്രീയുടെ പണം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിന് കിട്ടാനുള്ളത് എങ്ങനെ പോയാലും 100 ആ പരിസരത്തുള്ള കോടികളാണ്. പക്ഷേ കിട്ടാനുള്ളത് എന്ന് പറയുന്നത് SSIയുടെ ഫണ്ടാണ്. അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ PM ശ്രീയുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഓരോ സംസ്ഥാനത്തിനും അവകാശപ്പെട്ട വിദ്യാഭ്യാസ വിഹിതം നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. PM ശ്രീ എടുക്കുന്നില്ലെങ്കിൽ PM ശ്രീക്ക് കൊടുക്കണ്ട, ബാക്കി പൈസ എവിടെ? അഭിലാഷ് തീരുമാനിച്ച പോലെയോ ഞാൻ തീരുമാനിച്ച പോലെയോ നമ്മൾ ഈ പാനലിൽ ഇരിക്കുന്ന 4 പേരും തീരുമാനിച്ച പോലെയോ അല്ല ഒരു സർക്കാരും സർക്കാരിൻ്റെ നയങ്ങളും ശൈലികളും പോവുക. നമുക്കതിനെ വിമർശിക്കാം, അഭിലാഷിനെ വിമർശിക്കാം, എനിക്ക് വിമർശിക്കാം, ഹസ്കറിന് വിമർശിക്കാം, അമൃത്സാർക്ക് വിമർശിക്കാം, ജിൻഡോനെ വിമർശിക്കാം. പക്ഷേ ഒരു സർക്കാർ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത്, ഒരു വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം, ഞാനൊരു രക്ഷിതാവും കൂടിയാണ്, BJP എന്നുള്ള ഒപ്പം തന്നെ ഒരു രക്ഷിതാവും കൂടിയാണ്. ഞാനൊരു കാര്യം കൃത്യമായിട്ട് ഒരു പൊതുസമൂഹത്തിൻ്റെ വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറയട്ടെ അഭിലാഷ്, നമ്മളൊരു നല്ലൊരു കാര്യം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു തീരുമാനം ഒരു കേന്ദ്ര സർക്കാർ എടുത്താൽ ആ സർക്കാരിൻ്റെ രാഷ്ട്രീയമോ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന കൊടിയുടെ നിറമോ അല്ല ഞാൻ നോക്കുക. പകരം എൻ്റെ സമൂഹത്തിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മക്കൾക്ക് അടങ്ങുന്ന പൊതുസമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ അടങ്ങുന്നതാണ് എങ്കിൽ അതിനെ പരിപൂർണമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് രാഷ്ട്രീയം ഗവർണറുടെ കൂടെ പുട്ടും പഴവും കഴിച്ചു എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത്. അതല്ല പ്രശ്നമായിട്ട് ഉന്നയിക്കേണ്ടത്. ഇവിടെ എന്താ പ്രശ്നമുള്ളത്? ഒരു NEP കൊണ്ടുവന്നു, SSAയും അതേപോലെ തന്നെ PM ശ്രീ പദ്ധതിയും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രധാന ഘടകങ്ങൾ തന്നെയാണ്. ആ MOU സൈൻ ചെയ്താൽ തന്നെയാണ് പൈസ കിട്ടുള്ളൂ, ഒരു സംശയവും വേണ്ട. ആ പൈസ സ്വാഭാവികമായിട്ട് വാങ്ങിച്ച് പൊതുസമൂഹത്തിലെ കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുള്ള മന്ത്രിയും സർക്കാരും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറകോട്ട് പോകരുത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇവർ 2 വർഷക്കാലം കേരളത്തിലെ കുട്ടികളോട് കാണിച്ചത് നീതികേടാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിനോട് കാണിച്ചതും നീതികേടാണ്. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ സർക്കാർ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അഭിലാഷം നമുക്ക് അറിഞ്ഞൂടെ? ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്ത് അടിസ്ഥാനത്തിൽ അവർ മാറ്റിവെച്ചത്? പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്നും തത്തമേ പൂച്ച എന്ന ശൈലിയിൽ തന്നെ തുടർന്ന് പോകാൻ സാധിക്കില്ല. ചില മാറ്റങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. ആ മാറ്റങ്ങൾ പൊതുസമൂഹത്തിലെ കുട്ടികൾക്ക് ലോകത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഭാരതത്തിൻ്റെ കുട്ടികളും വളർന്നു വരട്ടെ എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുമ്പോൾ ആ സർക്കാരിൻ്റെ നിലപാടിനെ അംഗീകരിക്കണം, അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ നയത്തെ അംഗീകരിക്കണം എന്നുള്ളത് എന്താ തെറ്റുള്ളത്? അവിടെ രാഷ്ട്രീയമല്ലല്ലോ നോക്കേണ്ടത്. നമ്മുടെ കുട്ടികൾ, ഞാൻ ചോദിക്കട്ടെ അഭിലാഷം, നമ്മളൊരു ഈ കേരളത്തിൽ താമസിക്കുന്നത് ജിൻഡോ അടക്കമുള്ള ആളുകൾ അതിനെ അംഗീകരിക്കും. നോക്കൂ, പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കണം. നമ്മുടെ ക്യാമ്പസുകളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ ഒന്ന് എടുത്തു നോക്കുക. നമ്മൾ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ നോക്ക്, ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെ കുട്ടികൾ ഇന്ത്യക്ക് അപ്പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? എന്താ അതിൻ്റെ കാരണം? UK-ലേക്കും പോളണ്ടിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ മക്കൾ കേരളത്തിൽ പഠിക്കുന്നുണ്ടോ? വലിയ കാര്യങ്ങൾ പറയുന്നില്ലേ? പഠിക്കണോ? ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ ശതമാനം നടക്കുന്നത് കേരളത്തിലല്ല, എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റുകളിലും ഇതേ പ്രവണതയുണ്ട്. അത് കൂടുതൽ ആസ്പിറന്റ് ആയിട്ടുള്ള കുട്ടികളെ കൂടുതൽ സാധ്യതകൾ തേടി പോകും. അത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ തന്നെയാണ് അവസ്ഥ. അഭിലാഷെ, കേരളത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മൾ കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ ഇവിടെ കൃത്യമായി നടപ്പിലാക്കുന്നതിൽ നിന്ന് പരിപൂർണമായിട്ട് അത് തന്നെ തുടർന്ന് പോരാൻ പറ്റില്ല. ചില മാറ്റങ്ങൾ നിർബന്ധമാണ്, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ നിർബന്ധിതമാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്ന സമയത്ത് അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കല്ല നമ്മൾ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. അവിടെ മറിച്ച് വളർന്നു വരുന്ന കുട്ടികളുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു
കാരണവശാലും ഒരു സർക്കാരിനും, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഒരു സർക്കാരിന് അവകാശമില്ല. അതൊരു സർക്കാർ, ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാർ, അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും സർക്കാർ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ തീരുമാനങ്ങൾ എങ്ങനെയാണ് പൊതുസമൂഹത്തിന് ഗുണം കിട്ടുന്ന തീരുമാനത്തെ ഇവർക്ക് എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ പറ്റുക? ഇത് കുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ടാക്കുന്ന കാര്യമല്ല. ഭാഷ എല്ലാം പഠിക്കുന്ന അഭിലാഷേ, അത് ഇംഗ്ലീഷും പഠിച്ചോട്ടെ, മലയാളം പഠിച്ചോട്ടെ, സംസ്കൃതം പഠിച്ചോട്ടെ, ഹിന്ദിയും പഠിച്ചോട്ടെ, എല്ലാം പഠിച്ചോട്ടെ. എന്താ കുഴപ്പം? 4 സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് ഒരു പ്രയാസം കൂടാതെ നല്ല നീർന്ന് കാര്യങ്ങൾ സംസാരിച്ചുകൂടെ എൻ്റെ അഭിലാഷേ? ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ? വെറുതെ കൊടി, പ്രത്യയശാസ്ത്രം, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണം, അധികാരം, ഇതെല്ലാം ഇതിന്റെ പുറകിലൂടെ അവരുടെ ആവശ്യം. ആ ആവശ്യം വിട്ടിട്ട് കുട്ടികൾക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ശിവൻകുട്ടി ഇന്നെടുത്ത തീരുമാനം 2 കൊല്ലം മുമ്പ് എടുക്കേണ്ടതായിരുന്നു. ഇടതുപക്ഷത്തിന്റെ പഴയ നയമായിരുന്നെങ്കിൽ 30 കൊല്ലം തലമുറ നശിച്ചേനെ. ഇപ്പൊ 2 കൊല്ലം കൊണ്ട് തിരുത്തി എന്നതുകൊണ്ട് 2 കൊല്ലത്തിന്റെ പ്രയാസം ഉണ്ടായിട്ടുള്ളൂ. ഇനി സമരപ്പ തുടങ്ങും. എന്താണെന്നറിയോ? ഇന്നലത്തെ രാത്രി കിട്ടേണ്ട ഭക്ഷണം, കഴിക്കേണ്ട ഭക്ഷണം ഇന്ന് രാത്രി കഴിച്ചുകൊണ്ട് ഇന്നലത്തെ വിശപ്പ് മാറും അഭിലാഷ്. ഇന്നലെ വിഷയത്തിലേക്ക് അടുത്ത ഇടവേളയ്ക്ക് ശേഷം താങ്കൾ പറഞ്ഞ ഒരു കാര്യം അർത്ഥമില്ല. അപ്പൊ ഇനി ഒരു സമരം തുടങ്ങും. കേന്ദ്ര ഫണ്ട് തരുന്നില്ല, കേന്ദ്ര ഫണ്ട് തരുന്നില്ല എന്ന് സമരം താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഒരു ഡാറ്റ പറഞ്ഞുകൊണ്ട് ഞാൻ ഇടവേളയിലേക്ക് പോവാം. കേരളത്തിൽ നിന്നല്ല ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പുറത്ത് പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഷെയർ അനുസരിച്ച് മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ 15%. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കപ്പെടണം. അതിന്റെ അടിസ്ഥാനത്തിൽ ശൈലിയിലും ഉണ്ടാക്കുമ്പോൾ കേരളത്തിൽ സംസ്ഥാനങ്ങളും അതിന് ഉൾക്കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ ശതമാനത്തിൽ കേരളം ആദ്യത്തെ സ്ഥാനങ്ങളിൽ പോലും ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര 15%, ആന്ധ്രാപ്രദേശ്, തെലങ്കാന 2ാം സ്ഥാനത്ത്, പഞ്ചാബ് 3ാം സ്ഥാനത്ത്, തമിഴ്നാട് 4ാം സ്ഥാനത്ത്, ഗുജറാത്ത് 5ാം സ്ഥാനത്ത്, ഡൽഹി NCR 6ാം സ്ഥാനത്ത്, കർണാടക 7ാം സ്ഥാനത്ത്. കേരളം ആദ്യത്തെ പട്ടികയിൽ പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഔട്ട്വേർഡ് മൈഗ്രേഷൻ, സ്റ്റുഡന്റ് മൈഗ്രേഷൻ നടക്കുന്നത് കേരളത്തിൽ നിന്നേ. അത് തെറ്റായ ഒരു കൺസെപ്റ്റാണ്. ഞാൻ അങ്ങേക്ക് ഉത്തരം എന്നുള്ളതിനപ്പുറത്ത് പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇവിടുത്തെ കുട്ടികളെല്ലാം ഇവിടെ കൊള്ളാത്തതുകൊണ്ട് പുറത്തുപോയി പഠിക്കുകയാണെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ കണക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.